ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റീഡിംഗ് ആണ്, അതായത് ഒരു പൈല് വെച്ചുള്ള റീഡിംഗ് ആണ്. തീർച്ചയായും നമ്മൾ ഒരു വ്യത്യസ്തമായ റീഡിംഗ് കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടതാണ്. ഈ ഒരു പ്രമേയം വൈകാരികമായി വളരെ ആഴമേറിയ ഒരു പ്രമേയമാണെങ്കിൽ പോലും എനിക്കൊരു കുറച്ചും കൂടെ ഒരു വീഡിയോസ് ഇത് സംബന്ധമായിട്ട് ഇടണം തോന്നി. അപ്പോൾ ഈ ഒരു റീഡിങ്ങുകൾ നിങ്ങൾക്കൊരു സമാധാനവും വ്യക്തതയും നൽകുന്നതായിട്ട് കരുതിയാണ് ഞാൻ ആ ഒരു റീഡിങ് വീണ്ടും ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ആ ഒരു വിഷയം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയെ മറ്റൊരു വ്യക്തി നമ്മളിൽ നിന്ന് അകറ്റുമ്പോൾ ഉണ്ടാകുന്ന വേദന വിവരിക്കാൻ പറ്റാത്തതാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വില്ലനായി അല്ലെങ്കിൽ വില്ലത്തിയായി വന്ന ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് നമ്മളിപ്പോൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇതാണിപ്പോൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് യോജിച്ച കാര്യങ്ങൾ മാത്രം എടുക്കുക, നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പം നമുക്ക് ഈ റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പം നമുക്കിവിടെ ഞാനിവിടെ 2 പൈല് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടെ 2 പൈല് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പൈൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് പൈലും, ഇതൊരു പൈൽ റീഡിംഗ് കൂടിയാണ് കേട്ടോ. ഒന്നാമത്തെ പൈല് ഓറഞ്ച് പൈലും, രണ്ടാമത്തെ പൈൽ എന്ന് പറയുമ്പോൾ ഒരു ബ്രൗൺ പൈലുമാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതായത് ഒന്നാമത്തെ പൈലായ നമ്മുടെ ഓറഞ്ച് പൈൽ സെലക്ട് ചെയ്തവരുടെ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം കേട്ടോ. അതായത് നമുക്ക് ഒന്നാമത്തെ പൈൽ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോഴേക്കും ഒന്നാമത്തെ പൈൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു ഓറഞ്ച് പൈലാണ്, രണ്ടാമത്തെ പൈൽ എന്ന് പറഞ്ഞാൽ ബ്രൗൺ പൈലാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ സാഹചര്യത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം റീഡിങ് കാണുക. എന്നിട്ട് മാത്രം ഒരു പൈല് സെലക്ട് ചെയ്താൽ കേട്ടോ. ഇത് 1, 2 ക്രമത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. തീർച്ചയായിട്ടും അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യത്തെ പൈലിൻ്റെ നമുക്കിപ്പോൾ ഒന്നാമത്തെ പൈലായ ഓറഞ്ച് പൈലിൻ്റെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഓറഞ്ച് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ആദ്യമായിട്ട് ഒന്നാമത്തെ പൈലിൻ്റെ റീഡിങ്ങിലേക്കാണ് കേട്ടോ ആദ്യമായിട്ട് പോകുന്നത്. നമുക്ക് കാർഡുകൾ എടുത്ത് നോക്കാം. കാർഡുകൾ ഈ ഒരു കാർഡുകളാണ്. ഒരു ടവർ എന്ന് പറഞ്ഞൊരു കാർഡാണ്, 5 ഓഫ് സോഡ് എന്ന് പറഞ്ഞൊരു കാർഡാണ്, 3 ഓഫ് സോഡ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. അങ്ങനത്തെ കാർഡാണ് ഓറഞ്ച് പൈൽ സെലക്ട് ചെയ്തവർക്ക്. അപ്പം നിങ്ങൾ ഒന്നാമത്തെ ഗ്രൂപ്പാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ അവസ്ഥ അത്ര സുഖകരമല്ല. ഓറഞ്ച് പൈലാണ് സെലക്ട് ചെയ്തെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ അവസ്ഥ അത്ര സുഖകരമല്ല എന്നാണ് കാർഡുകൾ പറയുന്നത്. അതായത് കർമ്മഫലത്തെ സൂചിപ്പിക്കുന്ന കാർഡ് ടവർ കാർഡ്. അവർ പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നത്. അതുപോലെ നിങ്ങൾ അനുഭവിച്ചതിലും ഇരട്ടി അല്ലെങ്കിൽ 10 മടങ്ങ് മാനസികാവസ്ഥയിലൂടെ അല്ലെങ്കിൽ മാനസിക വിഷമത്തിലൂടെ ആ ഒരു വ്യക്തി കടന്നു പോകുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇവിടെ 5 ഓഫ് സോഡ് എന്ന് പറഞ്ഞ കാർഡ് വന്നിട്ടുണ്ട്. അതൊരു വിശ്വാസക്കുറവിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അവർ തമ്മിൽ, അതായത് നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ കടുത്ത മത്സരവും തർക്കങ്ങളുമാണ് നടക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നു. അതായത് ചതിയിലൂടെ നേടിയെടുത്ത ഒന്നായതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം വിശ്വാസമില്ല. അതായത് ഇതൊരു മന്ത്രശക്തിയാൽ അല്ലെങ്കിൽ ഒരു ചതിയിലൂടെ നേടിയെടുത്തൊരു ബന്ധമായതുകൊണ്ട് തന്നെ ആ ഒരു നിങ്ങളുടെ പങ്കാളിക്ക് ഒരു തിരിച്ചറിവ് വരുകയും അവർക്ക് ഒരു പരസ്പര വിശ്വാസം ഇല്ലാത്തതായിട്ട് കാണുന്നതായിട്ടാണ് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിൽ വരുന്നത്. രണ്ടാമത്തെ, അതായത് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഇവിടെ വേറൊരു കാർഡ് വന്നിട്ടുണ്ട്. ഒരു 3 ഓഫ് സോഡ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. 3 ഓഫ് സോഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ സന്തോഷമായി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവർ ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പൈലായ ഓറഞ്ച് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇതാണ്. അതുപോലെ അവർ ചെയ്ത തെറ്റ് അവരെ വേട്ടയാടുന്നതായിട്ട് കാണുന്നുണ്ടെന്നുമാണ് ഈ ഒരു കാർഡുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അവരുടെ സാഹചര്യം വളരെ മോശമായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്ര മോശമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു എൻഡിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള രണ്ടാമത്തെ പൈൽ അഥവാ ബ്രൗൺ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം.
അതിനായിട്ട് വന്നിട്ടുള്ള കാർഡുകൾ ഇതാണ്. അതായത് ഒരു ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്, ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്, ഒരു 8 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ബന്ധം സ്നേഹത്തേക്കാൾ ഉപരി ഒരു ആസക്തി അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ആയിട്ടുള്ളൊരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരു സ്നേഹത്തേക്കാൾ ഉപരി ഒരു ആസക്തി അല്ലെങ്കിൽ അത്യാഗ്രഹത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു ബന്ധമാണ്. അതിനാൽ അവിടെ സമാധാനമില്ല എന്നും കാണിക്കുന്നു. അവിടെ സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും കാണുന്നില്ല. അവർ തമ്മിലൊരു അഡിക്ഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരു അഡിക്ഷനപ്പുറം ഒരു മാനസിക അടുപ്പമൊന്നും ആ ഒരു വ്യക്തി അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് രണ്ടാമത്തെ പൈൽ പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടുന്ന ഡെവിൾ കാർഡിലൂടെ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 8 ഓഫ് സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക തടവിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ വലിയൊരു കുറ്റബോധത്തിലോ അല്ലെങ്കിൽ പുറത്തു കിടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ കുടുങ്ങിക്കിടക്കുകയാണ്. സ്വന്തം തീരുമാനങ്ങൾ തന്നെ അവരെ ചതിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊട്ടും താല്പര്യമില്ല ഈ ഒരു ബന്ധം തുടരുന്നതിനായിട്ട്. പക്ഷെ അവർക്കതിൽ നിന്ന് ഇറങ്ങിപ്പോരാനും പറ്റില്ല, ഒരു തീരുമാനം എടുക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ. കാര്യം ഇതെല്ലാവരും അറിഞ്ഞു. ഈ ഒരു ബന്ധം മൊത്തം നാണക്കേടായി. ഒരു തേർഡ് പാർട്ടിക്ക് നാണക്കേടായി, നിങ്ങളുടെ വ്യക്തിക്ക് നാണക്കേടായി. നാണക്കേടിൻ്റെ അങ്ങേയറ്റം സഹിച്ച് ഇനിയിപ്പോൾ ജീവിക്കണമെന്ന് പോലും താല്പര്യമില്ല. അതാണ് രണ്ടാമത്തെ പൈലിൽ പറയുന്നത്. ഒന്നാമത്തെ പൈലിനേക്കാളും മാനസിക വേദനയാണ് രണ്ടാമത്തെ പൈലിലുള്ള കാർഡുകൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ പേര് തിരഞ്ഞെടുത്തവരുടെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ പൈലിനേക്കാളും. അതുപോലെ ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഒരു ജസ്റ്റിസ് കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പെട്ടെന്നൊരു റീയൂണിയൻ ഉണ്ടാകുന്നത് രണ്ടാമത്തെ പൈൽ എടുത്തവർക്കാണ്. പെട്ടെന്ന് ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം അവസാനിക്കുന്നത് രണ്ടാമത്തെ പൈൽ. നിങ്ങൾക്ക് ഉടനെ ഒരു നീതി കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു 2 വീക്സിനുള്ളൊരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലായത് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവർക്ക്. അതായത് നിങ്ങൾക്ക് ഉടനെ നീതി ലഭിക്കുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാർഡുകളുടെ എനർജിയിൽ നിന്ന്. അതുപോലെ നിങ്ങൾ സഹിച്ച കണ്ണീരിന് കാലം മറുപടി നൽകുന്ന സമയമാണെന്ന് കാണുന്നു. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം അവസാനിക്കുന്നത് രണ്ടാമത്തെ പൈലിലാണ്. വളരെ പെട്ടെന്ന് അവസാനിക്കുന്നതായി കാണുന്നത് രണ്ടാമത്തെ പൈലാണ്. അവർ അർഹിക്കുന്ന ശിക്ഷ ജീവിതം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നെന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തി എന്തൊക്കെയാണോ അവർ വിതച്ചത് അത് അവർ കൊയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ജീവിതം ഒട്ടും സുഖകരമല്ല എന്നാണ് കാണുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. അവരുടെ ജീവിതം, ശിഷ്ട ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നരകതുല്യമായ ജീവിതത്തിലൂടെയാണ് ആ ഒരു തേർഡ് പാർട്ടി പോകുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഒന്നാമത്തെ പൈൽ അത്രത്തോളം ആ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ രണ്ടാമത്തെ പൈലെടുത്ത ആ ഒരു കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ സകലമാന കള്ളത്തരങ്ങളും നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി എന്നതാണ്. അപ്പോൾ അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പെട്ടെന്നൊരു ഈ തേർഡ് പാർട്ടി ബന്ധം ഏതിലാണോ പെട്ടെന്ന് അവസാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പൈൽ അഥവാ ബ്രൗൺ പൈൽ സെലക്ട് ചെയ്തവരുടെയാണ് തേർഡ് പാർട്ടി ബന്ധം പെട്ടെന്ന് അവസാനിക്കുന്നതായിട്ട് കാണുന്നത്. ആദ്യത്തെ പൈലും അങ്ങനെ തന്നെയാണ്. മാനസിക വേദനയിലൂടെ തന്നെയാണ് തേർഡ് പാർട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു യാഥാർത്ഥ്യം, ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായത്, നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രണയത്തിലേക്ക് വന്ന ആളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് വന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നതാവാം. ഏതാണെങ്കിലും അതൊരു തേർഡ് പാർട്ടിയാണ്. അപ്പം രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു വ്യക്തി, നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ പൈലിനേക്കാളും ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടാകുന്നുണ്ട്. അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്, സ്വയം തിരിച്ചറിയുന്നുണ്ട് ആ ഒരു വ്യക്തി. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പൈലിലെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉടനെ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പൊതുവായിട്ട് ജനറലായിട്ട് പറയേണ്ട ഒരു കാര്യം, അതായത് എനിക്ക് നിങ്ങളോടാണ് പറയേണ്ടത്, ഇത് കാണുന്ന എൻ്റെ പ്രേക്ഷകരോടാണ് പറയുന്നത്. അതായത് തേർഡ് പാർട്ടി റിലേഷൻ മൂലം നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ ജീവിതവും ഒക്കെ പോയെന്ന് എനിക്കറിയാം. ആ നിങ്ങളോടുള്ള അഡ്വൈസ് എനിക്ക് ഇതാണ്. എനിക്കിവിടെ പ്രാധാന്യം ഇത് കാണുന്ന എൻ്റെ പ്രേക്ഷകരെന്നുള്ള നിലയിൽ നിങ്ങളുടെ മനസ്സമാധാനമാണ്.
അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് അനുഭവിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം എനിക്ക് നിങ്ങളുടെ സമാധാനമാണ്. അപ്പോൾ അതെനിക്ക് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പറയാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ അടുത്ത്. അതായത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അവരവരുടെ കർമ്മഫലം അനുഭവിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തെ വിട്ടുകളയുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കരപിടിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ നിങ്ങൾ സ്വയം സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റൊരാൾക്ക് നിങ്ങളെ തകർക്കാൻ കഴിയില്ല എന്ന് ഉറച്ച് നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു സമയമാണ്. അതായത് നിങ്ങളുടെ ജീവിതം ഇതുകൊണ്ടൊന്നും എൻ്റെ ആവുന്നില്ല, നിങ്ങളുടെ വ്യക്തിയോ ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് നല്ല രീതിയിൽ നടത്താനുള്ള ആയുസ്സും ആരോഗ്യം തന്നാൽ മതി, അല്ലെങ്കിൽ ആ ഒരു മതി നിങ്ങൾക്ക് കരുത്തോടുകൂടി ജീവിക്കാൻ, മുന്നോട്ട് പോവാൻ. അപ്പം നിങ്ങൾ ഒരിക്കലും ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തളർന്നു പോകരുത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും, തേർഡ് പാർട്ടി ബന്ധം അവസാനിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി തിരിച്ചു വന്നാലും ഇവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ. പക്ഷേ നിങ്ങളെ അർഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി കണ്ണീർ ഒഴുക്കുന്നത് നിർത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് മികച്ചത് കരുതി വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ പരീക്ഷണങ്ങളും നിങ്ങളെ കൂടുതൽ കരുത്തനാക്കാൻ അല്ലെങ്കിൽ കരുത്താർജിക്കുന്ന ഒരു വ്യക്തിയാക്കാനായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മനസമാധാനത്തെ മുൻനിർത്തി നിങ്ങൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ അതിനായിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭൂതകാലത്തെ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോഴായിരിക്കും ഈ ഒരു കാര്യത്തിനൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളതൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ദോഷമായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നിടത്തോളം അത്രത്തോളം ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതും വൈകുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. എല്ലാം ഡിവൈനിൽ സറണ്ടർ ചെയ്യേണ്ട ഒരു സമയം കൂടാണ്. അതുപോലെ എനിക്ക് ലാസ്റ്റായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു റീഡിങ് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ റീഡിങ്ങിനായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ലാസ്റ്റ് പറയാനുണ്ട്. ഈ ഒരു ടാറോട്ട് കാർഡ് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സൂചനകൾ മാത്രമാണ്. ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രായോഗികമായ ചിന്തകൾക്കും കൂടി നിങ്ങൾ മുൻഗണന നൽകണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടാക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എൻ്റെ റീഡിങ് കണ്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു ആശ്വാസം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. 2 പൈല് നോക്കിയതിലും തേർഡ് പാർട്ടി ബന്ധം അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. അതാണ് ഒരു ടാറോട്ട് കാർഡ് റീഡർ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഡ്വൈസ് അതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. അപ്പോഴാണ് ഈ ഒരു കാര്യത്തിനൊരു അത്ഭുതകരമായ മാറ്റം നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം എടുക്കുക. നിങ്ങൾക്കുമായിട്ട് ബന്ധമൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകേണ്ടതാണ്. അതായത് നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തകൾ പാടില്ല. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ മാത്രം കാണുക. അല്ലാത്ത കാര്യങ്ങൾ ഈ റീഡിങ്ങിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകളയുക. കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പല എനർജി ചേർന്ന് വരുന്ന റീഡിംഗ് ആണ്. അപ്പം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം കൂടെ നിർബന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പം വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും നന്ദി.